പഴയ നിയമത്തിലെ യഹോവയുടെ ഏറ്റവും ശക്തരായ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു ഗിലിയാദിലെ ക്ഷവത്തിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ. തന്റെ ശിഷ്യനായിരുന്ന എലീശായ്ക്ക് തന്റെ ഇരട്ടി ശക്തി പകർന്നു നൽകി ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് കടന്നു ചെന്ന് താബോർ മലയിൽ ക്രിസ്തുവിന്റെ രൂപാന്തരീകരണ വേളയിൽ മോശയോടൊപ്പം ശിഷ്യന്മാർക്ക് ദർശനം നൽകി. ഇസ്രായേൽ ജനം ഒമ്രിയയുടെ മകൻ ആഹാബ് രാജാവിന്റെ കാലത്ത് ബാൽദേവനെ ആരാധിച്ചും പൂജിച്ചും കഴിഞ്ഞപ്പോൾ ജനതയെ മടക്കിക്കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ടവൻ ഏലിയ പ്രവാചകൻ. ഭാരത ന്യൂമാൻ സത്യവിശ്വാസമാകുന്ന കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യപാതയിൽ തലമുറകളെ കൊണ്ടുവന്ന ദൈവദാസൻ മാർ ഇവാനിയോസ് പിതാവിന്റെ അനുസ്മരണത്തിൽ ഷാർജ മലങ്കര സിറിയൻ കത്തോലിക്ക ഇടവക നിങ്ങൾക്ക് മുന്നിൽ ഹൃദയപൂർവ്വം ഈ എളിയ കലാവിരുന്ന് സമർപ്പിക്കുന്നു. കാർമലിലെ ദഹനബലി. നമ്മുടെ ആഹാബ് രാജാവിന്റെ പത്നി ഇസബൽ രാജ്ഞി എന്ത് സുന്ദരിയാണ്! ആ സൗന്ദര്യത്തിന് മുൻപിൽ ആരായാലും ഒരു നിമിഷം നോക്കി നിന്നു പോകും. താൻ സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിൽ മിടുക്കനാണെന്ന് എനിക്കറിയാം. അത് ഈ രാജ്യത്ത് പാട്ടാണ്. പക്ഷേ ആൾക്കാരുടെ ബാഹ്യ സൗന്ദര്യത്തെക്കാൾ എത്രത്തോളം ബുദ്ധിവൈഭവമുണ്ടെന്ന്, അതായത് തലയ്ക്കകത്ത് ആൾതാമസമുണ്ടോ എന്നറിയാൻ ആദ്യം തന്റെ തലയ്ക്കുള്ളിൽ എന്തെങ്കിലും വേണ്ടേ? ഗുരുവേ, മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് പറഞ്ഞു തരാമോ? ഈ തത്വങ്ങളൊക്കെ ഈ രാജസന്നിധിയിൽ തിരുമുൻപാകെ പോരെ? നമ്മൾ തമ്മിൽ വേണോ? താൻ നമ്മുടെ ജെസബൽ രാജ്ഞിയുടെ സൗന്ദര്യത്തിലാണ് നോട്ടമിട്ടത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഈ റാണി ഒരു കൂർമ്മ ബുദ്ധിക്കാരിയാണ്. ആഹാബ് രാജാവ് രാജ്യം ഭരിക്കും, പക്ഷേ റാണി രാജാവിനെ ഭരിക്കും. നീ നോക്കിക്കോ. ആരാരെ ഭരിച്ചാൽ നമുക്കെന്ത്? നമ്മുടെ കാര്യങ്ങൾ മുറ പോലെ നടന്നാ മതി. എന്താണ് മുറ പോലെ നടക്കേണ്ടത് മന്ത്രി? നമ്മെ പറ്റിയാണോ നിങ്ങൾ ഇങ്ങനെ കൊടും ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നത്? അതെ റാണി, അതേ റാണി, അങ്ങയെ പറ്റി തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചത്. അങ്ങ് ആഹാബ് രാജാവിന്റെ പത്നിയായി ഈ ദേശത്തിന്റെ റാണിയായി മുടിചൂടപ്പെട്ട നാൾ മുതൽ ഈ ഇസ്രായേൽ ദേശം സമൃദ്ധിയിൽ നിറഞ്ഞു. സീദോനിലെ ഏത്ബാൽ രാജാവിന്റെ പുത്രി ഇന്ന് നമ്മുടെ ഐശ്വര്യ ദേവതയത്രേ. മതി, എല്ലാം ബാൽദേവന്റെ ദാനം. അതേ റാണി, അങ്ങിലൂടെ ബാൽദേവനെ സമരിയ മുഴുവൻ ആരാധിച്ചപ്പോഴാണ് ഇപ്പോഴുള്ള സമൃദ്ധി പ്രാപിച്ചത്. ഇതിനെല്ലാം കാരണമായി തീർന്ന ജെസബൽ റാണിയോട് ഈ ദേശം എന്നും കടപ്പെട്ടിരിക്കും. ഇസ്രായേൽ ജനതയെ ഭരിച്ചിടുന്ന ഓമ്രിതൻ മകൻ സമരിയ ദേശം വാഴും ആഹാബ് രാജാവ് തിരുമനസ്സാൽ എഴുന്നള്ളുന്നേ. രാജഗുരുവും മന്ത്രിയും പിന്നെ നമ്മുടെ പത്നി ജെസബേൽ രാജ്ഞിയും. എന്താണ് പൊടുന്നനെ ഒരു ചർച്ച? നമുക്കും അതറിയാൻ താല്പര്യമുണ്ട്. അയ്യോ, മറ്റൊന്നും അല്ല പ്രഭോ. ഞാനും മന്ത്രിയും നമ്മുടെ ദേശത്ത് ബാൽദേവൻ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് പുളകം കൊള്ളുമ്പോൾ നമ്മുടെ റാണി ഇവിടേക്ക് കടന്നു വന്നു. അങ്ങ് നമ്മുടെ ദേശത്തിന്റെ സമൃദ്ധിക്കായി റാണിയെ മംഗലം ചെയ്ത നാൾ മുതൽ ഇന്നുവരെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് റാണിയെ പ്രകീർത്തിക്കുകയായിരുന്നു. അതേ രാജൻ, അങ്ങേ ദേശത്തിന് സമ്മാനിച്ച വൈഡൂര്യമാണ് ജെസബേൽ രാജ്ഞി. അല്ല, എന്താ റാണി മുഖത്തൊരു സങ്കടഭാവം? ബാൽദേവന്റെ പൂജകൾ ചെയ്യാൻ സീദോനിൽ നിന്നും എന്റെ ദേശത്തു നിന്നും കർമ്മികൾ വന്നിട്ടുണ്ട്. ബാൽദേവന് വേണ്ടി നാം സമരിയായിൽ ക്ഷേത്രം പണിയുകയും ബലിപീഠം പണിയുകയും ചെയ്തു. പ്രഭോ, ഞാൻ എന്റെ
ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പണികഴിക്കപ്പെട്ട ഒരു ക്ഷേത്ര വിസ്മയം. പറയൂ റാണി, ഇനിയും എന്താണ് ഭവതിയുടെ സങ്കടത്തിന്റെ കാരണം? നമ്മൾ രണ്ടും മാത്രം കേൾക്കേണ്ടതാണെങ്കിൽ നമുക്കായി ഈ സദസ്സ് നാം ശൂന്യമാക്കാം. വേണ്ട രാജൻ, ഞാനൊരു പ്രജയായി തന്നെയാണ് അങ്ങയുടെ മുന്നിൽ ഉണർത്തുന്നത്. ആയതിനാൽ രാജഗുരുവും മന്ത്രിയും സാക്ഷികളായി നിലകൊള്ളട്ടെ. അങ്ങ് ബാൽദേവന് വേണ്ടി ക്ഷേത്രങ്ങൾ പണിതു, ബലിപീഠം തീർത്തു. എന്നിരുന്നാലും യഹോവയും യഹോവയുടെ പ്രവാചകന്മാരും ഇന്നും ഈ ദേശത്തുണ്ട്. അവർ ബാൽദേവന്റെ കർമ്മികളെ അവഹേളിക്കുന്നു, യഹോവയുടെ നാമം പറഞ്ഞ് അവരെ ശപിക്കുന്നു. ബാൽദേവൻ നൽകിയ ഐശ്വര്യങ്ങളും സമൃദ്ധികളും തിരികെ എടുക്കപ്പെട്ട് നാശം വരുത്തുമെന്ന് ഞാൻ ഭയക്കുന്നു. പറയൂ റാണി, നാം എന്താണ് വേണ്ടത്? യഹോവയുടെ പ്രവാചകന്മാരായി ഈ ദേശത്ത് കഴിയുന്നവരെയൊക്കെ പാളിനിരയാക്കി കൊന്നുകളയണം. ബാൽദേവനെ അല്ലാത്ത മറ്റൊരു പ്രവാചകനും ഈ ദേശത്തുണ്ടാവാൻ പാടില്ല. ഇതൊരു കൽപ്പനയായ പുറപ്പെടുവിക്കണം. അതെ അതെ പ്രഭു, രാജകൽപ്പനയായി തന്നെ പുറപ്പെടുവിക്കുക. ദേശത്തിന്റെ 4 ദിക്കിലും ജനതകൾക്ക് മുന്നിൽ ഇത് വായിക്കപ്പെടട്ടെ. ആരെവിടെ? കൽപ്പന തീർപ്പാക്കാൻ ഒബാദിയായെ ഇവിടെ വരുത്തുക. നല്ല ആളെ തന്നെയാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. ആളൊരു ചതിയനാ. യഹോവയിൽ ഇപ്പോഴും വിശ്വാസം അർപ്പിച്ച് ദൈവമായി ആരാധിക്കുന്നവനാ. നമ്മൾ ഇങ്ങനെ കുശലം പറഞ്ഞിട്ട് എന്താ കാര്യം? അയാളുടെ മേൽ ചൊരിയപ്പെടുന്ന രാജപ്രീതി എന്ന് നിലയ്ക്കുന്നുവോ അന്ന് മാത്രമേ അയാളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനാവൂ. അടിയനെ അങ്ങ് വിളിച്ചുവോ മഹാരാജൻ? ഒബാദിയ, രാജസന്നിധിയിൽ നിന്ന് അടിയന്തരമായി നമ്മുടെ 4 ദിക്കുകളിലെ ജനതകൾക്കിടയിൽ വായിക്കപ്പെടാൻ ഒരു കൽപ്പന തയ്യാറാക്കണം. നാം ഈ നിമിഷം വാക്കാൽ പുറപ്പെടുവിക്കുന്നത് ഇപ്പോൾ തന്നെ കൽപ്പനയായി ലിഖിതപ്പെടുത്തി വായിക്കപ്പെടണം. രാജാവേ, അങ്ങ് കൽപ്പിച്ചാൽ. സമരിയ ദേശം വാഴും ഇസ്രായേൽ ജനത്തെ ഭരിച്ചിടുന്ന ആഹാബ് രാജാവ് പുറപ്പെടുവിക്കുന്ന കൽപ്പന: ഇനി മുതൽ ഇസ്രായേൽ ദേശത്ത് ബാൽദേവനല്ലാതെ മറ്റൊരു ദേവനില്ലെന്നും യഹോവയുടെ പ്രവാചകന്മാരായി ബാൽദേവനെ അവഹേളിക്കുന്നവരുടെ ശിരസ് വാളാൽ ഛേദിക്കപ്പെടാൻ നാം കൽപ്പന പുറപ്പെടുവിക്കുന്നു. എന്റെ യഹോവേ, എന്റെ ദൈവമേ, എന്നങ്ങ് ശപിക്കരുത്. എന്റെ ഈ കരങ്ങളാൽ അങ്ങയുടെ പ്രവാചകരെ വാളിനിരയാക്കുവാൻ ഇടവരുത്തിയ ഈ കൽപ്പന മൂലം എന്നോട് കോപിക്കരുത്. അങ്ങയുടെ നാമം ഈ ജനത വീണ്ടും ഏറ്റുപറയുന്ന കാലത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. എടോ, യഹോവയുടെ പ്രവാചകന്മാരെ വധിക്കാൻ ആഹാബ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ബാൽദേവനെ പൂജിച്ചും സമരിയായി ക്ഷേത്രവും ബലിപീഠവും തീർത്തും യഹോവയുടെ അപ്രീതിക്ക് ഈ ദേശത്തെ വിട്ടു നൽകാൻ കാരണമായിരിക്കുന്നു ആഹാബ് രാജാവല്ല, മറിച്ച് സീദോനിൽ നിന്ന് ഇവിടെ റാണിയായി വന്നിരിക്കുന്ന യഗ്ബാലിന്റെ മകൾ ജസബയിൽ തന്നെയാണ് ഇതിന് പിന്നിൽ. അവളുടെ കുതന്ത്രങ്ങളാണ് ഇപ്പോൾ നടപ്പാക്കി വരുന്നത്. എന്തായാലും യഹോവ ഇതിനെല്ലാം തക്കതായ മറുപടി നൽകിയിരിക്കുന്നു. അവരുടെ സംസാരം കേട്ടിട്ട് യഹോവയുടെ പ്രവാചകന്മാരാണെന്ന് തോന്നുന്നു. നിങ്ങൾ തിടുക്കത്തിൽ അവരെ ബന്ധിക്കുവിൻ. നിൽക്ക്, നിങ്ങൾ യഹോവയുടെ പ്രവാചകന്മാരാണോ? നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ? എന്താണെന്നും മിണ്ടാത്തത്? ഭടന്മാരെ, അവരോട് വളരെ സൗമ്യരായി ശാന്തരായി ചോദിക്കുവിൻ. അല്ലെങ്കിൽ നാം തന്നെ ചോദിക്കാം. അല്ലയോ പ്രവാചകരെ, നിങ്ങൾ യഹോവയുടെ പ്രവാചകർ തന്നെയാണോ? അതെ, ഞങ്ങൾ ഇസ്രായേലിന്റെ സത്യദൈവമായ യഹോവയുടെ പ്രവാചകരാകും. നിങ്ങളെ തേടിയാണ് ഈ വാളുകൾ, അല്ല, നിങ്ങളുടെ ശിരസ്സുകളെ തേടിയാണ് ഈ വാളുകൾ ഇവിടെ വന്നിരിക്കുന്നത്. മന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് അവസാനമായ ഒരു അവസരം തരാം.
ഇസ്രായേലിന്റെ ദൈവമായ ബാലനെ ആരാധിച്ച് പൂജിച്ച് പ്രവാചകരായി കഴിഞ്ഞാൽ ഈ ദേശത്തിൽ സമ്പത്തിലും പ്രശസ്തിയിലും ബഹുമാനത്തിലും വസിക്കാം. മറിച്ചാണെങ്കിൽ ഈ വാളുകൾ നിങ്ങളുടെ ചുടുചോര രുചിക്കും. അല്ലയോ മന്ത്രി, ഏതോ ഒരു ബാൽദേവനല്ല, മറിച്ച് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും എന്തിന് ഈജിപ്തിന്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ കടത്തിയ യഹോവയാകുന്നു ഈ ദേശത്തിന്റെ സത്യദൈവം. ആ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മന്ത്രി, നിന്റെ ആഹാബ് രാജാവിനോട് പറഞ്ഞേക്കുക, ജസബേലിന്റെ പ്രീതിക്കായി ബാലിനെ പൂജിച്ചും ക്ഷേത്രം പണിതും ബലിപീഠത്തിൽ ബലിതീർത്ഥം കാണിച്ചു കൂട്ടുന്ന ദൈവനിന്ദയ്ക്ക് യഹോവ നിനക്ക് മറുപടി തരുക തന്നെ ചെയ്യും. ഇവറ്റകളുടെ ശരീരം ഇവിടെ തന്നെ കിടക്കട്ടെ. ബാൽദേവനെയും ആഹാബ് രാജാവിനെയും ഇസബൽ റാണിയെ നിന്ദിക്കുന്ന യഹോവയുടെ പ്രവാചകന്മാർക്ക് ഇതൊരു പാഠമായി തീരട്ടെ. അയ്യോ യഹോവേ, അയ്യോ യഹോവേ, 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 അങ്ങയുടെ ദാസനായ പ്രവാചകരിത വ്യാജ ദൈവത്തിന്റെ പേരിൽ ശിരസ്സച്ച് കിടക്കുന്നു. ഞാനിതാ ജീവനും മുറുകെ പിടിച്ച് ഓടിക്കൊണ്ടേയിരിക്കുന്നു. കൊല്ലരുത്, കൊല്ലരുത്, എന്നെ കൊല്ലരുത്. പ്രവാചക, താങ്കൾ ഒന്നുകൊണ്ടും ഭയക്കേണ്ട. ഞാൻ താങ്കളെ ഒന്നും ചെയ്യുകയില്ല. താങ്കൾ ആഹാബ് രാജാവിന്റെ സദസ്സിലെ ഉപാധിയല്ലേ? തീർച്ചയായും താങ്കൾ എന്നെ കൊല്ലുമെന്ന് ഉറപ്പാണ്. ഞാനൊരു രാജസേവകനായിരിക്കാം, പക്ഷേ സത്യദൈവമായ യഹോവയാണ് എന്റെ ദൈവം. ആയതിനാൽ പ്രവാചക, അങ്ങ് ഭയക്കേണ്ട. 100ഓളം പ്രവാചകരെ വാളിൽ നിന്നും ഞാൻ കാത്തുരക്ഷിച്ച് ഒരു രഹസ്യ സംഗീതത്തിൽ ഭക്ഷണ പാനീയങ്ങൾ നൽകി സംരക്ഷിക്കുന്നുണ്ട്. അങ്ങയെ ഞാൻ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. എന്നോടൊപ്പം വരൂ. അങ്ങയുടെ ജീവന് സംരക്ഷണമേകുകയാണ് യഹോവ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. വരൂ. കേട്ടില്ലേ? അങ്ങ് കൊല്ലപ്പെടുന്നതാണ് എന്റെ ആഗ്രഹമെങ്കിൽ അങ്ങേ ഞാൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ പോരെ? വരും, എന്റെ ഒപ്പം വരൂ. ഏലിയ, 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 നീ എന്റെ സ്വരം ശ്രവിക്കുന്നു. ആരാണത്? ആരാണത്? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ഇസ്രായേൽ ജനത്തിന്റെയും ദൈവമാകുന്ന യഹോവയാകുന്നു. യഹോവ, യഹോവ, അടിയൻ സാധുവാണ്. അങ്ങേക്ക് പ്രത്യുത്തരം പോലും നൽകാൻ യോഗ്യനല്ല. ഏലിയ, എന്റെ ഇസ്രായേൽ ജനം ആഹാബിന്റെ നീചപ്രവൃത്തികളും വ്യാജദൈവാരാധനകളും മൂലം എന്നിൽ നിന്നും അകന്നുപോയ ജനതയെ മടക്കിക്കൊണ്ടുവരാനുള്ള ദൗത്യം ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു. നീ ആഹാബിന്റെ മുമ്പിലേക്ക് ചെല്ലുക. ഞാൻ നിന്നോട് പറയുന്നത് അവനെ അറിയിക്കുക. ഞാനോ ആഹാബ് രാജാവിന്റെ മുൻപിലും? എന്നെ കൊന്നുകളയില്ലേ? ഞാൻ യഹോവയാകുന്ന ദൈവമാണ്. ഞാനാണ് നിന്നെ അയക്കുന്നത്. നിന്റെ ജീവനെ കാക്കുന്നതും ഞാൻ തന്നെ. ആയതിനാൽ നീ പോയി ആഹാബിനോടും അവനെ തിന്മയിലേക്ക് നയിച്ച ജെസബേലിനോടും പറയുക, ഏലിയ നീ പറയാതെ
ഇനി ഞാൻ ഈ ദേശത്ത് മഴ പെയ്തിറങ്ങുവാൻ അനുവദിക്കുകയില്ല. പോവുക, ആഹാബിനും ജനതകൾക്കും മുൻപിൽ ഇത് പറയുക, ഞാനിതാ നിന്നെ അയക്കുന്നു. അല്ലയോ ഇസ്രായേൽ ജനമേ, സമരിയ ദേശമേ, അനുതപിക്കുക. നിങ്ങൾ വ്യാജദൈവമായ ബാലിനെ ആരാധിക്കുന്നത് നിർത്തുവിൻ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും നമ്മുടെ പൂർവികരെ ഈജിപ്തിന്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് ചെങ്കടൽ പിളർത്തിക്കൊണ്ടുവന്ന ദൈവമാകുന്ന യഹോവയിലേക്ക് തിരിയുവിൻ. നീ ആരാണ്? ബാൽദേവനെ പരിഹസിക്കുന്നു. അതെ, നീ പരിഹസിക്കുന്നു. നീ ആരാണ്? ഞങ്ങൾക്ക് വിളവ് ഐശ്വര്യം നൽകേണ്ട ബാൽദേവനോടാണോ നീ? ഇസ്രായേൽ ജനതയെ ഭരിച്ചിടുന്ന ഒമ്രിതൻ മകൻ സമരിയ ദേശവുമായും ആഹാബ് രാജാവും അവിടുത്തെ പ്രിയപത്നി ജസബൽ റാണിയും തിരുമനസ്സാൽ എഴുന്നള്ളുന്നേ. നിന്റെ പറ്റിയ സമയം. ബാൽദേവന് ബലിയർപ്പിക്കാൻ രാജാവും റാണി പോകുന്ന സമയത്ത് തന്നെ ഇവന്റെ ദൈവദൂഷണ ഫലത്തിൽ എടാ, നിന്റെ കഥ തീർന്നു. ഇവിടെ വെച്ച് തന്നെ നിന്റെ മരണം. ഇപ്പോൾ ഓടി രക്ഷപ്പെട്ടാൽ നിനക്ക് കൊള്ളാം. ഇവിടെ വെച്ച് തന്നെ ഇവനെ വെട്ടുന്നത് കാണാൻ എന്ത് രസമായിരിക്കും. അല്ലയോ ഇസ്രായേൽ ജനമേ, സമരിയ ദേശമേ, അനുതപിക്കുക. നിങ്ങൾ വ്യാജദൈവമായ ബാലിനെ ആരാധിക്കുന്നത് നിർത്തുവിൻ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും നമ്മുടെ പൂർവികരെ ഈജിപ്തിന്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് ചെങ്കടൽ പിളർത്തിക്കൊണ്ടുവന്ന ദൈവമാകുന്ന യഹോവയിലേക്ക് തിരിയുവിൻ. ഇവൻ ബാൽദേവനെതിരായി ദൈവദൂഷണവും രാജാവിനെ അവഹേളിക്കുകയും ചെയ്യുന്നു. മണന്മാരെ, ഇവന്റെ തല കൊയ്യ്. വേണ്ട, ബലിയർപ്പിക്കാൻ പോകും വഴി ചോര ദർശിക്കുന്നത് ദുശകുനമത്രേ. ആരാണ് നീ? എവിടെ നിന്ന് വന്നു? ഞാൻ ഏലിയ, ഗിലിയാദിലെ ക്ഷമയിൽ നിന്നുള്ള ഏലിയ. എന്നെ അയച്ചതോ ഇസ്രായേലിന്റെ ഏകദൈവമായ യഹോവയാകുന്നു. അവിടുന്ന് എന്നെ താങ്കളെ ഒരു കാര്യം അറിയിക്കാൻ അയച്ചിരിക്കുന്നു. ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ്. വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. ഏലിയ, നീ ജോർദാനിൽ ചെന്ന് കെരിത്ത് അരുവിയുടെ കീഴിൽ ഒളിച്ചു താമസിക്കുക. അവിടെ നിനക്ക് ദിനവും അപ്പവും മാംസവും എത്തിച്ചു തരുവാൻ ഞാൻ കാക്കകളോട് കൽപ്പിച്ചിട്ടുണ്ട്. യഹോവയുടെ കൽപ്പന പ്രകാരം ഏലിയ കെരീത്ത് നദിക്കരയിൽ താമസിച്ചു. കാക്കകൾ ദിനവും പ്രവാചകന് അപ്പവും മാംസവും നൽകി. തന്റെ പ്രവാചകനെ യഹോവ കാത്തു സംരക്ഷിച്ചു. തുടർന്ന് യഹോവയുടെ നിർദ്ദേശപ്രകാരം സീദോനിലെ സറേഫാത്തിലേക്ക് പോയി അവിടെ ഒരു വിധവയുടെ പക്കൽ എത്തിച്ചേർന്നു. കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? ആരാണ് നിങ്ങൾ? ഈ പ്രദേശത്ത് താങ്കൾ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാൻ ഏലിയ, ഗിലിയാദിലെ തിഷ്ബയിൽ നിന്നും വരുന്നു. കർത്താവാകുന്ന യഹോവയുടെ പ്രവാചകൻ. എനിക്ക് ദാഹിക്കുന്നു.
പ്രവാചക, അങ്ങയുടെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാലും ഒരു മനുഷ്യനെന്ന് കരുതി താങ്കൾക്ക് ഞാൻ കുറച്ച് വെള്ളം തരാം. കുറച്ച് അപ്പവും കൂടി നൽകാമോ? നാട്ടിലാകെ പട്ടിണിയും ക്ഷാമവുമാണ്. പ്രവാചക, നീ ചുറ്റും അത് കാണുന്നില്ലേ? നിന്റെ ദൈവമായ കർത്താവാണേ, യഹോവയാണേ. എന്റെ കയ്യിൽ അപ്പമില്ല. ആകെയുള്ളത് കരത്തിലൊരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. ഞാൻ 2 ചുള്ളിവിറക് പെറുക്കുകയാണ്. ഇത് രണ്ടും കൊണ്ടുചെന്ന് അപ്പം ഉണ്ടാക്കി എനിക്ക് എൻ്റെ മകനും കഴിക്കണം. പിന്നെ ഞങ്ങൾ മരിക്കും. ഭയപ്പെടേണ്ട, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുക. ആദ്യം നീ എനിക്ക് ഒരു ചെറിയ അപ്പം ഉണ്ടാക്കി തരിക. പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കുക. ഇനി നിന്റെ മകനുള്ളത് ഒരുക്കുക. കല ഒഴിഞ്ഞു. ഭരണിയിൽ ഒരു തുള്ളി എണ്ണയില്ല. എന്നിരുന്നാലും അങ്ങയുടെ വാക്ക് കേട്ട് ഞാൻ അപ്പം ചുടാൻ പോകുന്നു. എന്ത് ആശ്ചര്യമാണിത്! വീണ്ടും എന്റെ കലവും ഭരണിയും മാവ് കൊണ്ടും എണ്ണ കൊണ്ടും നിറഞ്ഞു തുളുമ്പുന്നു. എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നതുവരെ ഈ കലത്തിലെ മാവും ഈ ഭരണിയിലെ എണ്ണയും വറ്റുകയില്ലെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അമ്മേ, അമ്മേ, ഇതാ മകനെ, കഴിച്ചോളൂ. അമ്മേ, കലത്തിലെ അവസാന പിടി മാവ് കൊണ്ടുണ്ടാക്കിയ അപ്പം തിന്നു തീർത്ത് നമ്മൾ മരിക്കുമെന്നല്ലേ അമ്മ പറഞ്ഞത്? പക്ഷേ ഇത് ഒത്തിരി അപ്പം ഉണ്ടല്ലോ. മകനെ, സത്യദൈവമായ യഹോവ നമ്മുടെ മേൽ തന്റെ പ്രവാചകനായ ഏലിയായിലൂടെ കരുണ കാട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ പട്ടിണി കിടക്കില്ല. മകനെ, എടാ, എഴുന്നേൽക്ക്. അയ്യോ, കണ്ണു തുറക്കട. അമ്മയോട് കളിക്കല്ലേ കേട്ടോ. എഴുന്നേക്ക്. നമുക്ക് പ്രവാചകനെ കാണാൻ പോകാം. എന്റെ മകൻ, അയ്യോ, എന്റെ മകൻ. ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കും? ഏലിയാ പ്രവാചക, ദൈവത്തിന്റെ പ്രതിപുരുഷ, നീ ഇതെന്തിന് ഞങ്ങളോട് ചെയ്തു? എന്റെ പാപങ്ങൾ അനുസ്മരിക്കാനും എന്നെ കൊല്ലാനുമാണോ ഈ ചതി എന്നോട് ചെയ്തത്? അയ്യോ, നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക. എന്റെ ദൈവമായ കർത്താവേ, എനിക്കിടം തന്നവളാണ് ഈ വിധവ. അവളുടെ മകന്റെ ജീവൻ എടുത്തുകൊണ്ട് അവിടുന്ന് എന്നെ പീഡിപ്പിക്കുകയാണോ? എന്റെ ദൈവമായ കർത്താവേ, ഈ മകന്റെ ജീവൻ തിരികെ കൊടുക്കണമേ. അമ്മേ, അമ്മേ,
ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അതെ, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് സത്യമായും ജീവനുള്ള ദൈവത്തിന്റെ പ്രവാചകനാകുന്നു. നിന്റെ വചനം കർത്താവിൻ്റെതാകുന്നു. യഹോവയുടെ കൽപ്പനയാൽ സമരിയാദേശത്ത് വരൾച്ചയും ക്ഷാമവും പിടിപെട്ടു. മഴയില്ലാതെ വരൾച്ച മൂലം അരുവികൾ വരണ്ടു. ജനങ്ങൾ പട്ടിണി കൊണ്ട് വലഞ്ഞു. യഹോവ ഏലിയായോട് ആഹാബിന്റെ മുൻപിൽ ചെന്ന് ഭൂമിയിൽ മഴ പെയ്യിക്കാൻ പോകുന്നുവെന്ന് അറിയിക്കാൻ പറഞ്ഞു. കണ്ടില്ലേ രാജഗുരു, ആ ഏലിയ പ്രവചിച്ചതുപോലെ സമരിയായിൽ മഴ പെയ്തിട്ട് എത്ര നാളായി. പട്ടിണിയും ക്ഷാമവും മൂലം ജനത വലയുന്നു. പ്രഭോ, അങ്ങ് ആകുലനാകാതിരിക്കൂ. ബാൽദേവന്റെ പൂജകൾ മുടങ്ങാതെ അർപ്പിക്കപ്പെടണം. ഉറപ്പായും ബാൽദേവൻ കരിയുക തന്നെ ചെയ്യും. നമ്മളിത് അതിജീവിക്കുക തന്നെ ചെയ്യും. അതെ രാജാവേ, അങ്ങ് വ്യസനപ്പെടാതിരിക്കൂ. ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ഇതെല്ലാം ഉടൻ തന്നെ ബാൽദേവന്റെ കരുണയാൽ അവസാനിക്കും. ആരവിടെ? നമ്മുടെ കാര്യസ്ഥൻ ഒബാദിയെ ഇവിടെ വരാൻ പറയൂ. ഒബാദിയോ? പ്രഭോ, അങ്ങ് യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ഈ ഒബാദിയ യഹോവയുടെ 100 പ്രവാചകന്മാരെ ഈ ഗുഹകളിലായി ഭക്ഷണപാനീയങ്ങൾ നൽകി സംരക്ഷിച്ചിരുന്നു. അങ്ങ് അത് മറക്കരുത്. അതെ, ഞാനും അത് കേട്ടിരുന്നു. കേട്ടുകേൾവി മാത്രമല്ലേ, എന്തെങ്കിലും തെളിവുകൾ താങ്കൾക്ക് കണ്ടെത്താൻ സാധിച്ചോ? ഇല്ല. രാജഗുരുവും മന്ത്രിയും വെറും ഊഹാപോഹങ്ങളുടെ ആരോപണങ്ങൾ തീർക്കുന്നുവെന്ന് നാം പറയുന്നു. ഇനി നമ്മുടെ മുൻപിൽ വീണ്ടും ഉന്നയിക്കപ്പെടാൻ പാടില്ല. നമുക്കും നമ്മുടെ രാജ്യത്തിനും എന്റെ പ്രിയപ്പെട്ട കാര്യസ്ഥനാകും ഒബാദിയ നമ്മുടെ സദസ്സിലേക്ക് സ്വാഗതമരുളുന്നു. നന്ദി രാജാവ്. അങ്ങയുടെ ഈ ഊഷ്മളമായ വരവേൽപ്പിന് 1000 കൃതജ്ഞത ചൊല്ലിയിടുന്നു. എന്താണ് അങ്ങ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? നാം നിന്നോട് കൽപ്പിക്കുന്നു, നീ നാട്ടിലുള്ള എല്ലാ അരുവികളിലും താഴ്വരകളിലും ചെന്ന് നോക്കുക. കുതിരകളെയും കോവറുകഴുതകളെയും ജീവനോടെ രക്ഷിക്കാൻ പുല്ല് കിട്ടിയെന്ന് വരാം. മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതിരിക്കട്ടെ. ഞാൻ അങ്ങയുടെ കൽപ്പന ശിരസ്സാൽ വഹിക്കുന്നു. നമുക്ക് രാജ്യത്തെ 2ആയി വിഭജിച്ച് 2 പാതകളിലൂടെ ഇതിനായി അന്വേഷണങ്ങൾ നടത്താം. ഒബാദിയ കടന്നു ചെല്ലുന്ന എതിർദിക്കിലായിരിക്കും നാം സഞ്ചരിക്കുക. ഞാനും രാജഗുരുവും കൂടി? വേണ്ട, ഇത് നാം ഒബാദിയെ ഭരമേൽപ്പിച്ച ദൗത്യമാണ്. ആഹാബ് രാജാവും ഒബാദിയെയും രാജ്യത്തെ 2ആയി വിഭജിച്ച് ജീവൻ നിലനിർത്താൻ മരുപ്പച്ച തേടി നടന്നു. ജനങ്ങൾ ക്ഷാമത്തിലും പട്ടിണിയിലും വലയുന്നത് കണ്ട് ദുഃഖിതരായി. വെള്ളം, വെള്ളം. ഒരു മഴ കണ്ടിട്ട് എത്ര നാളായി. അരുവികളിലെ വെള്ളമൊക്കെ തന്നെ നിലച്ചിരിക്കുന്നു. നാളുകളോ വർഷങ്ങളായി പാടം വരണ്ടു. ഫലങ്ങൾ നൽകാത്ത വൃക്ഷങ്ങൾ എന്തിന് നമുക്ക്? മനുഷ്യർ നമ്മുടെ മുൻപിൽ മരിച്ചു വീഴും. വരൂ, നമുക്ക് ഇയാളെ സംസ്കരിക്കാം. വിശപ്പിനിടയിലും ദുരിതങ്ങൾക്കിടയിലും ഒരു സുഹൃതം ചെയ്യാം. ഇത് ഏലിയ പ്രവാചകനല്ലേ? പ്രഭു, അങ്ങ് ഏലിയ പ്രവാചകനല്ലേ? അതെ, ഞാൻ ഏലിയ പ്രവാചകൻ തന്നെയാണ്. നീ പോയി നിന്റെ യജമാനനായ ആഹാബിനോട് പറയുക, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്. കർത്താവിന്റെ ദാസനെ അഹാബിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊലയ്ക്ക് കൊടുക്കുവാൻ ഞാൻ എന്ത് പാപം ചെയ്തു? അങ്ങയുടെ ദൈവമായ കർത്താവാണ്
അങ്ങയെ അന്വേഷിക്കാൻ എന്റെ യജമാനൻ ആളയക്കാത്ത രാജ്യമോ ജനതയോ ഇല്ല. അങ്ങ് ഇവിടെ ഇല്ലെന്ന് മറുപടി കിട്ടുമ്പോൾ അങ്ങയെ കണ്ടിട്ടില്ല എന്നവൻ ഓരോ രാജ്യത്തെയും ജനതയെ കൊണ്ട് സത്യം ചെയ്യിക്കും. അങ്ങനെ ഇരിക്കെ ഏലിയ ഇവിടെ ഉണ്ടെന്ന് എന്റെ യജമാനനെ അറിയിക്കുവാൻ അങ്ങ് കൽപ്പിക്കുന്നല്ലോ. ഞാൻ അങ്ങയുടെ അടുത്തു നിന്ന് പോയാലുടനെ കർത്താവിന്റെ ആത്മാവ് ഞാൻ അറിയാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങയെ കൊണ്ടുപോകും. ആഹാബിനെ ഞാൻ വിവരമറിയിക്കുകയും അവൻ അങ്ങയെ കണ്ടെത്താതിരിക്കുകയും ചെയ്താൽ അങ്ങയുടെ ഈ ദാസൻ ചെറുപ്പം മുതൽ കർത്താവിന്റെ ഭക്തനാണെങ്കിലും അവൻ എന്നെ വധിക്കും. ജെസബേൽ കർത്താവിന്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒരു ഗുഹയിൽ 50 പ്രവാചകന്മാരെ വീതം 100 പേരെ ഒളിപ്പിച്ച് അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകി ഞാൻ സംരക്ഷിച്ചത് അങ്ങ് കേട്ടിട്ടില്ലേ? എന്നിട്ടും അവിടെ പോയി ഏലിയ ഇവിടെയുണ്ടെന്ന് എന്റെ യജമാനനോട് പറയുക എന്ന് അങ്ങനോട് കൽപ്പിക്കുന്നു. അവൻ എന്നെ കൊല്ലും. ഞാൻ സേവിക്കുന്ന കർത്താവാണ്. ഇന്നു തന്നെ ഞാൻ അവനെ കണ്ടിരിക്കും. പോയി നിന്റെ യജമാനനോട് പറ, ഏലിയ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഇത് യഹോവയുടെ തീരുമാനമത്രേ. പ്രഭു, ഇതാ അങ്ങയുടെ കൺമുന്നിൽ നിൽക്കുന്നു അങ്ങ് സകല ദേശങ്ങളിലും തേടിയ യഹോവയുടെ ഏലിയ പ്രവാചകൻ. ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് നീ തന്നെയാണോ? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല. കർത്താവിനെ ധിക്കരിച്ച് കൽപ്പനകൾ ലംഘിച്ച് ബാലിനെ പൂജിക്കുന്ന നീയും നിന്റെ പിതൃഭവനവും, പിന്നെ നീ സൗന്ദര്യത്തിൽ മയങ്ങിയിരിക്കുന്ന ആ ജെസബേലുമാണ്. ഏലിയ, നീ ബാൽദേവനെ അവഹേളിക്കുകയാണ്. ബാൽദേവന്റെ ശാപം നീ ഏറ്റുവാങ്ങരുത്. നിന്റെ ബാൽദേവനുമായി ഞാനൊരു ബലപരീക്ഷണത്തിന് തയ്യാറാണ്. നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ വിളിച്ചു കൂട്ടുക. പിന്നെ നിന്റെ ജെസബേൽ തീറ്റിപ്പോറ്റുന്ന ബാലിനെയും അഷേരായുടെ പ്രവാചകന്മാരെയും കൊണ്ടുവരിക. സകല ജനതകളെയും സാക്ഷി നിർത്തി യഹോവ നിനക്ക് മറുപടി തരും. അല്ലയോ ഇസ്രായേൽ ജനങ്ങളെ, എത്ര നാൾ നിങ്ങളെ 2 വഞ്ചിയിൽ കാലുകൾ വെച്ച് സഞ്ചരിക്കും? ഒന്നുകിൽ സത്യദൈവമായ യഹോവയെ അനുഗമിച്ച് ആരാധിക്കുക, അല്ലെങ്കിൽ വ്യാജദൈവമായ ബാലിന്റെയും അവന്റെ പ്രവാചകരുടെയും പിന്നാലെ പോകുക. പ്രഭോ, ഈ അധിക പ്രസംഗിയെ ഇങ്ങനെ വായു തുറക്കാൻ അനുവദിക്കരുത്. ബാൽദേവനെയും പ്രവാചകന്മാരെയും അങ്ങയെയും റാണിയെ അവഹേളിക്കുന്ന ഇവന്റെ തല ഇപ്പോൾ തന്നെ അറുത്തുമാറ്റാൻ ഉത്തരവിട്ടാലും. ഏലിയ, ഇസ്രായേലിലെ മുഴുവൻ ജനത്തെയും ശ്രേഷ്ഠരായ ഈ ബാൽ പ്രവാചകരെയും എന്നെയും ഈ രാജസദസ്സിനെയും മുഴുവൻ വിളിച്ചുകൂട്ടി ഇങ്ങനെ അപമാനിക്കാനാണോ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്? ഞാൻ നിങ്ങളുടെ ബാൽദേവനുമായി ബലപരീക്ഷണത്തിന് തയ്യാറാണ്. ബാലിനും അഷേരയ്ക്കും ധാരാളം പ്രവാചകന്മാരുണ്ട്. എന്നാൽ യഹോവയ്ക്ക് ഞാൻ മാത്രമേ പ്രവാചകനായി ഇപ്പോഴുള്ളൂ. ആയതിനാൽ അല്ലയോ ഇസ്രായേൽ ജനമേ, നിങ്ങൾക്ക് മുൻപിൽ സത്യദൈവത്തിന്റെ ശക്തി തെളിയിക്കപ്പെടാൻ പോവുകയാണ്. ഞങ്ങൾ ഇരുകൂട്ടർക്കും 2 കാളകളെ തരുവിൻ. അതിനെ കഷണങ്ങളാക്കി വിറകിന് മുകളിൽ വെക്കുവിൻ. പക്ഷേ തീ കൊളുത്തരുത്. ഞാനും അതുപോലെ ഒരുക്കങ്ങൾ നടത്താം. തീയും കൊളുത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുവിൻ. ഞാൻ എൻ്റെ കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്ന് ബലിവസ്തുവിൽ അഗ്നി ഇറക്കി പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്.
ഇസ്രായേലിന്റെ ദൈവം. ബാൽദേവന്റെ ശ്രേഷ്ഠ പുരോഹിതരെ, ഇസ്രായേലിന്റെ രാജാവായ നമുക്ക് വേണ്ടി ഈ വെല്ലുവിളി ഏറ്റെടുത്താലും ബാൽദേവൻ ഉറപ്പായും അഗ്നിയിറക്കി തന്റെ മഹത്വം കാണിച്ചിരിക്കും. അങ്ങയുടെ ശിരസ് താഴാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഏലിയ, നീ വെല്ലുവിളിക്കുന്നത് സർവശക്തനായ ബാൽദേവനെയാണ്. നിങ്ങളാണല്ലോ എണ്ണത്തിൽ കൂടുതൽ. ആദ്യം നിങ്ങൾ കാളയെ ഒരുക്കി നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കൂ. പക്ഷേ തീ കൊടുത്തരുത്. അഗ്നിയിറക്കി ഈ ബലി സ്വീകരിക്ക്. ഇപ്പോൾ ഇറങ്ങും, ഇപ്പോൾ ഇറങ്ങും. നോക്കിക്കോ, ഇപ്പോൾ ഇറങ്ങും. ബാൽദേവ, കനിയൂന്നി ഇറങ്ങി വാ. ബാൽദേവ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. നേരം നട്ടുച്ചയോടടുക്കാറായി. ഉച്ചത്തിൽ വിളിക്കുവിൻ. ബാൽ ഒരു ദേവനാണല്ലോ. അവൻ ദിവാസ്വപ്നം കാണുകയായിരിക്കും, അല്ലെങ്കിൽ ദിനചര്യ അനുഷ്ഠിക്കുകയാവാം, യാത്ര പോയതാവാം, ഉറങ്ങുകയുമാകാം. വിളിച്ചുണർത്തേണ്ടിയിരിക്കുന്നു. ഞങ്ങളുടെ ചുടുചോറയില പ്രസാദിക്കൂ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂ. ഏ ജനക്കൂട്ടമേ, നോക്കൂ, നേരം എത്രയായി. ഇതുവരെ അവരുടെ ബാൽദേവൻ അവരിൽ പ്രസാദിച്ചില്ല. അഗ്നിയുമില്ല, എന്തിന് ഉത്തരം പോലുമില്ല. വരുവിൻ, ഇവരുടെ ദുഷ്ടതയിൽ തകർക്കപ്പെട്ട കർത്താവിന്റെ ബലിപീഠത്തിലേക്ക്. ഇതാ ഞാൻ 12 കല്ലുകൾ എടുക്കുന്നു, ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ പ്രതീകമായി. കാളമാംസം നൽകുവിൻ. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നു എന്നും അവർ അറിയുന്നതിന് എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാനിത് ചെയ്തതെന്നും അങ്ങിന്ന് വെളിപ്പെടുത്തണമേ. വഴിതെറ്റിയ ജനതയെ യഹോവയിലേക്ക് നയിക്കുവാൻ വിളിക്കപ്പെട്ട ഏലിയ പ്രവാചകനെ പോലെ നമുക്കും വിശുദ്ധിയിൽ നിലകൊള്ളാം. ജനതകളെ ദൈവത്തിലേക്ക് നയിക്കാം.
ഇത്രയും നേരം ഞങ്ങളുടെ എളിയ ദൃശ്യവിരുന്ന് ആസ്വദിക്കുകയും പിന്തുണയും നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി.